ഹായ് ടീം, IMC ആപ്പിലൂടെ എങ്ങനെ ഒരു ഓർഡർ നൽകാം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ അറിയാനായിട്ട് പോകുന്നത്. ആദ്യമേ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ തന്നെ കാണുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ആദ്യം നിങ്ങൾ IMCയുടെ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വിൻഡോയിലായിരിക്കും എത്തിച്ചേരുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയുന്നുണ്ടാകും കാറ്റഗറീസ് എന്ന്. അതിൻ്റെ താഴെ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിൽ നിന്നുള്ള പ്രൊഡക്റ്റാണോ വാങ്ങേണ്ടത് എന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ സ്കിൻ കെയർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്കിൻ കെയറിലുള്ള പ്രൊഡക്റ്റുകൾ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് പാലോജെല്ലാണ് വേണ്ടത്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് താഴെ ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നുണ്ടാവും. ആ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പ്ലസ് അമർത്തി അത് കൂട്ടുകയോ മൈനസ് അമർത്തി അത് കുറക്കുകയോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തതിന് ശേഷം ആഡ് ടു കാർട്ട് എന്ന് റൈറ്റിൽ താഴെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഐറ്റം നിങ്ങളുടെ ട്രോളിയിലേക്ക് ഇടുന്നു എന്നാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ബാക്കിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ ഏത് കാറ്റഗറി പ്രൊഡക്റ്റാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ പേഴ്സണൽ കെയർ സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ ഷാമ്പു സെലക്ട് ചെയ്യുന്നു. ഷാമ്പു 2 ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതും നമ്മുടെ ട്രോളിയിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ ബാക്കിലേക്ക് പോകുന്നു. മറ്റൊരു പ്രൊഡക്റ്റ്, ഹോം കെയർ പ്രൊഡക്റ്റ് എനിക്ക് ആഡ് ചെയ്യണം. അതിന് ഹോം കെയർ ക്ലിക്ക് ചെയ്യുന്നു. ഫാബ്രിക് ഗോൾഡ് ആണ് എനിക്ക് വേണ്ടത്. ഫാബ്രിക് ഗോൾഡ് ഞാൻ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്ത് അത് ട്രോളിയിലേക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, ട്രോളിയുടെ ഒരു സിമ്പിൾ കാണാം. അതിൽ ഞാൻ എത്ര ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്നുള്ളതും കാണുന്നുണ്ട്. 3 ഐറ്റമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം പ്രൊഡക്റ്റ് എടുക്കൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ട്രോളിയിൽ ക്ലിക്ക് ചെയ്യുന്നു, മുകളിലുള്ള. അപ്പോൾ നമുക്ക് ഇതുവരെ എത്ര ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ഐറ്റം കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഉദാഹരണത്തിന് ഷാമ്പു 2 ഇതിലുള്ളത്, അതെനിക്ക് കൂട്ടി 3 ആക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനിക്കത് കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്ലസ് അടിച്ചത് കൂട്ടിയിട്ട് 3 ആക്കാൻ പറ്റും. അതിനുശേഷം അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ നേരെയുള്ള അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി, DP, BV ചേഞ്ച് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് മുകളിലിപ്പോൾ ഒരു ഐറ്റം, ഇപ്പോൾ ഫാബ്രിക് ഗോൾഡ് നിങ്ങൾക്ക് വേണ്ട എന്നാണ് തോന്നുന്നത് എങ്കിൽ അവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് റെഡ് കളറിൽ, അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അമർത്തുക. അപ്പോൾ അത് പോകും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയും DPയും BVയും എല്ലാം കറക്റ്റാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഉറപ്പുവരുത്തി എല്ലാം സെറ്റാണെന്നുണ്ടെങ്കിൽ ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ ആഡ് ഷിപ്പിംഗ് അഡ്രസ്സ് എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ആഡ് ഷിപ്പിംഗ് അഡ്രസ്സിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുക. അങ്ങനെ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അഡ്രസ്സ് ഇവിടെ ലിസ്റ്റായി കിട്ടും. അങ്ങനെ എത്ര അഡ്രസ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് ഏത് അഡ്രസ്സിലാണോ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സ് അതിനുശേഷം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ വീണ്ടും നിങ്ങളുടെ എമൗണ്ടും BVയും ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ പേ നൗ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചോ ഒക്കെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ UPI ഉപയോഗിച്ചാണ്, കാർഡ് ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ ഇവിടെ കാർഡ് നമ്പർ കൊടുത്തിട്ട് മേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. UPI വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ UPI എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് UPI ID കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. UPI ID നിങ്ങൾക്ക് നിങ്ങളുടെ UPI അക്കൗണ്ടിൽ നിന്ന്, ആപ്പിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ആ UPI ID ഇവിടെ കൊടുക്കുക.
അതല്ലെങ്കിൽ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് ജനറേറ്റ് QR കോഡ് എന്നുള്ളത് അമർത്തിയാൽ നിങ്ങൾക്ക് അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ല UPI വെച്ചാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എങ്കിൽ UPI ID അവിടെ കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ UPI ID ഏതാണോ അതിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കംപ്ലീറ്റ് ആയി. അതിന് കൺഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ടാവും IMCയിൽ നിന്ന്, നിങ്ങളുടെ DP പ്രൈസും അതേപോലെ BVയും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള.